ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൗണ്ടഡ് റാഷണാലിറ്റി ഡിസിഷൻ മേക്കിംഗ് മോഡൽ. ബൗണ്ടഡ് റാഷണാലിറ്റി ഈസ് ആൻ അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ് ദാറ്റ് കൺസിഡർ ദ ലിമിറ്റ് ഓഫ് ഹ്യൂമൻ റാഷണാലിറ്റി. അതായത് ഒരു ഹ്യൂമൻ്റെ യുക്തിപരമായ രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. Based on the idea that humans are not perfectly rational beings and that decision making is often limited by cognitive ability, emotion, and available information. Perfect rational decisions are often impossible in practice due to the natural decision problems and several similar reasons. ഇത് പ്രോപ്പർ ഫ്രെയിം വർക്കിൽ ചെയ്തിരിക്കുന്ന ഡിസിഷൻ എപ്പോഴും പ്രാക്ടിക്കൽ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഒരു യുക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് ഇതിൽ. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ബൗണ്ടഡ് റാഷണാലിറ്റി ഈസ് എ കൺസെപ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ഹെർബർട്ട് എ സൈമൺ, ആൻ അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഇൻ 1957. In this theory, he challenged the concept of human rationality in decision making. It states that humans base their decision on their limited knowledge and cognitive capacity. Bounded rationality means lacking perfect information. This model suggests that people don't always make perfectly rational decisions, instead use simplified decision-making method. This prompted him to develop a more realistic human decision-making model known as bounded rationality. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമൻ ഡിസിഷൻ മനുഷ്യന്മാരെടുക്കുന്ന ഒരു ഡിസിഷൻ, ആ മോഡലിനെയാണ് ബൗണ്ടഡ് റാഷണാലിറ്റി മോഡൽ എന്ന് പറയുന്നത്. ഇതിന് 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, ഇൻ്റലിജൻസ് ആക്ടിവിറ്റി സ്റ്റേജ്. It is the stage of decision-making process where some expert identify the problems of an organization. അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ്, ഒരു ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദ പ്രോബ്ലം ദ മാനേജ്മെൻറ്റ് വിൽ ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻ. എന്നിട്ട് ഈ പ്രോബ്ലത്തിനനുസരിച്ചുമായിട്ട് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു. സെക്കൻഡ് വരുന്നതാണ് ഡിസൈൻ ആക്ടിവിറ്റി സ്റ്റേജ്. This stage involves the study of several strategies which can be applied to find solution to the problem. എന്തൊക്കെ സൊല്യൂഷൻ ഒരു പ്രോബ്ലത്തിന് കണ്ടെത്താമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് നന്നായി പഠിക്കുന്നു. അത് അനലൈസ് ചെയ്യുന്നു. സ്ട്രാറ്റജീസിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ അനലൈസ് ചെയ്ത് ഒരു നല്ല തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു. നെക്സ്റ്റ്, ചോയ്സ് ആക്ടിവിറ്റി സ്റ്റേജ്. ദ തേർഡ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഗിവ് ദ ഡിസിഷൻ ഔട്ട്പുട്ട്. ഇതിലാണ് ഫൈനലായിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നത്. മാനേജ്മെൻറ്റ് ഡിസൈഡ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് സ്ട്രാറ്റജി which can be applied based on the merit and demerits listed in previous stages. ഇത് മെറിറ്റ്സും ഡിമെറിറ്റ്സും അനലൈസും എല്ലാം ചെയ്തതിന് ശേഷം അവരൊരു ബെസ്റ്റ് സ്ട്രാറ്റജിയിലേക്ക് എത്തിച്ചേരുന്നു. നെക്സ്റ്റ് വൺ, സിഗ്നിഫിക്കൻസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. റിയലിസ്റ്റിക് അപ്രോച്ചിന് ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള അപ്രോച്ചാണ്. ബൈ അക്നോളജിങ് ദ കോൺസ്ട്രെയിൻസ് ഓഫ് ഹ്യൂമൻ cognition, the model provides more realistic description of decision-making process in complex and uncertain environment. Efficiency. It lead to more efficient decision-making outcome. അത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അതിന് കിട്ടുന്നു. അഡാപ്റ്റബിലിറ്റി. ഇത് ഓരോ ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജീസും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ചേഞ്ചസും അതിൽ ഇൻവോൾവ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസും ഒക്കെ അനുസരിച്ചിട്ട് അത് അഡാപ്റ്റ് ആവാൻ സഹായിക്കുന്നു. റിസ്ക് മിറ്റിഗേഷൻ. ഇതിൽ വരുന്ന റിസ്കുകൾ കുറയ്ക്കാനും അത് സഹായകമാകും. ബൗണ്ടഡ് റാഷണാലിറ്റി ഹെൽപ്പ് മൈറ്റിഗേറ്റ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇൻഫർമേഷൻ ഓവർലോഡ്, കോഗ്നിറ്റീവ് ബയസ് ആൻഡ് ടൈം കൺസ്ട്രെയിൻ ബൈ പ്രൊവൈഡ് എ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. അത് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഡിസിഷൻ വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് എടുക്കേണ്ടതായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻകറേജസ് പ്രാക്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് വിത്തിൻ റിയൽ വേൾഡ് കോൺസെപ്റ്റ്. അത് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ സഹായിക്കുന്നു. റെഡ്യൂസസ് ദ പ്രഷർ ടു ഫൈൻഡ് ദ പെർഫെക്റ്റ് സൊല്യൂഷൻ, ദ സ്പീഡിങ് ഓഫ് ദ പ്രോസസ്സ്. അതായത് ഈ പ്രോസസ് പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടെങ്കിൽ ചിട്ടയായ രീതിയിലൂടെ നമ്മൾ ഏതാണോ അതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതാകുമ്പോൾ അത്ര പ്രഷർ അവർക്ക് കുറയ്ക്കാൻ സാധിക്കും. ഹെൽപ്പ് ഇൻ മാനേജിങ് കോംപ്ലക്സിറ്റി ബൈ ഫോക്കസിങ് ഓൺ സ്യൂട്ടബിൾ ഓപ്ഷൻ. കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് സ്യൂട്ടബിൾ ഓപ്ഷൻസിൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു കോംപ്ലക്സിറ്റി മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റഡ് റിസോഴ്സസ് കൺസിസ്റ്റ് ഓഫ് ടൈം, മണി, എക്യുപ്മെൻറ്റ് ആൻഡ് വർക്ക് ഫോഴ്സ്. റിഡ്യൂസസ് ദാറ്റ് ആർ ലിമിറ്റഡ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. റിസോഴ്സസ് ഇതിലേക്ക് വരുന്ന നമ്മൾ കൂടുതലൊന്നും സ്റ്റഡി ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. എക്സസീവ് അഡീഷണൽ ഇൻഫർമേഷൻ. Progress in technology has
cause information overload. As a result, managers are unable to cover all the information that is usable. പല സമയങ്ങളിലും എല്ലാ ഇൻഫർമേഷൻസും എല്ലാ സോഴ്സസും അവർക്ക് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനോ സാധിക്കാതെ വരുന്നു. മെമ്മറി പ്രോബ്ലം. സ്റ്റോറേജ് പ്രോബ്ലം ഓഫ് ഡാറ്റ ക്യാൻ മേക്ക് ഡിഫിക്കൽട്ടി ഫോർ ദ ഡിസിഷൻ മേക്കേഴ്സ്. പ്രോപ്പറായിട്ട് ഒരു ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോഴും അതിൻ്റേതായ സമയവും കോസ്റ്റും ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഇതിനൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. Expertise problem causes the decision makers to face off problem in setting up, understanding and summarizing information usable. ഒരു പ്രത്യേക എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് ഒന്നും കൂടാതെയാണ് അവർ ഈ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഇതിൽ വരുന്നു. ദിസ് ഈസ് ഓൾസോ ബിക്കോസ് ദർ ആർ നോ ഇൻഡിവിജ്വൽ ഹു ആർ എക്സ്പേർട്ട് ഇൻ എവറി സെക്ടർ. എല്ലാ മേഖലകളിലും എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പ്രാമുഖ്യം തെളിയിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒന്നും അല്ല ഈ ഡിസിഷൻ എടുക്കുന്നത്. Even though the data can be analyzed by computer, decision makers will even require specifics to interpret the solution that have been received. Lack of expertise brings poor decision. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിസിഷൻസും മോശമാവാൻ സാധ്യതയുണ്ട്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ ബൗണ്ടഡ് റാഷണാലിറ്റി മോഡൽ. എവിടെയൊക്കെയാണ് ഇത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ഇൻ ദ ബിസിനസ് വേൾഡ് where decisions often need to be made quickly and under uncertainty. ഇപ്പോൾ ബിസിനസ്സിൽ ഓരോ ദിവസവും പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ടി വരും. ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ, പെട്ടെന്നുള്ളൊരു സിറ്റുവേഷനിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് ആവശ്യം വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. പോളിസി ഫോർമേഷൻ. പോളിസി മേക്കേഴ്സ് ഫേസ് കോംപ്ലക്സ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ challenges that can be fully addressed through rational decision. The policy formulation ഇത് യൂസ് ചെയ്യുന്നു. By accepting bounded rationality, policy makers can develop realistic policies that balance competing interests and address immediate need. The consumer behavior. Bounded rationality play a crucial role in understanding the consumer behavior. Consumers often rely on heuristics and satisfying strategies when making decisions, especially in environmental and abundant choice of and limited time. Organizational behavior. Within organization, bounded rationality influence how individual and group make decision. അതായത് solve problem and negotiate, recognizing cognitive constraint, help managers design process and structure that accommodate human limitation while promoting effective decision making. ഇത് പോരായ്മകളെ കണ്ടെത്തിയിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസും പോരായ്മകളും ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു.